കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രഭാതത്തിൽ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, അമ്മയുടെ മാധ്യസ്ഥം ഇന്നും മുഴുവൻ നിറഞ്ഞു നിൽക്കണമേ. ഞങ്ങൾ വീണ്ടും എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് തിരിച്ച് ഭവനത്തിലേക്ക് വരുന്നത് വരെ, ഞങ്ങൾ വിശ്രമിക്കുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുന്നത് വരെ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും അങ്ങ് നിറഞ്ഞു നിൽക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ തിരുമുറിയാടുന്ന വലതുകരത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവിൻ്റെ മുൾക്കടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ. ഇന്ന് വരെ കൃപാസനത്തിൽ അല്പം അർപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ദൈവവരിയുടെ ശക്തിയാൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ. ഇന്ന് മുതൽ കൃപാസനത്തിലുള്ള 10,000 ആരാധന ശക്തിയാൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ആസ്വദിക്കപ്പെടട്ടെ. ഞാൻ കരയിലും കടലിലും നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ധ്യാനങ്ങളുടെ ശക്തിയാൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ ദൈവതീരുമാനം ഉണ്ടാകട്ടെ. നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ ഇന്ന് ദൈവതീരുമാനം ഉണ്ടാകട്ടെ. നിങ്ങളെ പ്രതിരോധിക്കുന്ന വ്യക്തികൾ ഇന്ന് യേശുക്രിസ്തുനാമം നീങ്ങിപ്പോകട്ടെ. നിങ്ങളെ പ്രതിരോധിക്കുന്ന വ്യക്തികൾ ഇന്ന് യേശുനാമം നീങ്ങിപ്പോകട്ടെ. നിങ്ങളെ അഭിമുഖീകരിക്കുന്ന തടസ്സങ്ങൾ ഇന്ന് ഉച്ചിതനായ കർത്താവിൻ്റെ ശക്തിയാൽ മാറിപ്പോകട്ടെ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന തടസ്സങ്ങൾ യേശുക്രിസ്തു ശക്തിയാൽ മാറിപ്പോകട്ടെ. കർത്താവെ, കടന്നു വരണമേ. കർത്താവെ, ശക്തി ഒഴുക്കണമേ. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ ഭക്തിയോടെ പങ്കെടുക്കുന്ന 10,000 മനുഷ്യരുണ്ട്. കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണം. അവിടെ ഇടങ്ങളിലെല്ലാം നീ കയറി ചെല്ലണം. അവിടെ സങ്കടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിലെല്ലാം കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആപസിക്കട്ടെ. കർത്താവെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സാമ്പത്തികമായ ജീവിത വിഷയങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന മക്കളെക്കുറിച്ചുള്ള വേദനകൾ, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള നൊമ്പരങ്ങൾ, നിൻ്റെ ഭവനത്തെ നിൻ്റെ പാർപ്പിടത്തെക്കുറിച്ചുള്ള സങ്കടങ്ങൾ, യേശുക്രിസ്തു നാമത്തിൽ അത് പരിഹരിക്കാനുള്ള നിൻ്റെ മുഴുവൻ ഉദ്യമങ്ങൾ, നിൻ്റെ വീട്ടിൽ വെള്ളം കയറാതെ, തറ ഈർക്കാതെ, നിൻ്റെ സ്ഥലങ്ങളെല്ലാം പല വ്യക്തികളും കുടുംബത്തിൽ പലതര ശ്വാസം മുട്ട അനുഭവിക്കുന്നുണ്ട്. ചില ആൾക്കാർ ചില സൈഡിലൊക്കെ കാട് വളർന്നു നിൽക്കണ കാരണം അതിൽ ഉടയക്കാരെ വെട്ടണമില്ല. പാമ്പുകളെല്ലാം നമ്മുടെ വീട്ടിൽ കയറി വരുന്നു, പറഞ്ഞിട്ട് കേൾക്കണമില്ല. അങ്ങനെ വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ തീയും പുകയൊക്കെ ഇടുമ്പോഴും, അതുപോലെ സമീപത്തുള്ള ഫാക്ടറികളിൽ നിന്നുമൊക്കെ എല്ലാം, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള മൃഗങ്ങളെയും മറ്റു ജീവികളെയും വളർത്തുന്ന മൂലം, അതുപോലെ തന്നെ പൊടിയുടെ യന്ത്രങ്ങൾ മൂലമൊക്കെ ഒത്തിരി പൊടിയും ശ്വാസവും മുട്ടി കർത്താവ് പലതരത്തിൽ ചില സ്വരത്തിലൊക്കെ പാട്ട് വെച്ചിട്ട് മക്കൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇവിടുന്ന് എവിടെയെങ്കിലും വിറ്റ് ചുട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുന്നവർ, ശ്വാസം മുട്ടി മനസ്സ് മടുത്ത് ജീവിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. അവരെ എല്ലാം സാഹചര്യം പൊക്കിയെടുത്തുകൊണ്ട് വരണം കർത്താവെ. പലരും കർത്താവെ പലതരത്തിലുള്ള മലീമസമായ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടുപോയിരിക്കുന്നവരുണ്ട്. ഈശോയെ, ചിലർക്ക് വഴിയില്ല, ചിലർക്ക് മണിക്കൂറോളം നടക്കണം ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി. അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. ചിലർ മലമുകളിൽ താമസിക്കുന്നു, ചിലർ കടലറ്റത്ത് താമസിക്കുന്നു. അത് ക്ഷോഭകാലങ്ങളിൽ എല്ലാം എപ്പോഴും വിറങ്ങലിച്ച് ജീവിക്കുന്നു. ചിലർ ജോലി കാരണം ആ ജോലി ഇനി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. പക്ഷേ അത് ജീവിക്കാൻ മാർഗമില്ലാതെ വരുന്നു. കർത്താവ്, ഓരോരോ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം 1-4 അനുസരിച്ച് കൊണ്ട് ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്, എല്ലാ തരത്തിലും ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ പറഞ്ഞ ദൈവത്തിൻ്റെ സഹായഹസ്തം നിങ്ങളെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ, പഠിക്കണത് തലക്കയറുന്നില്ല, പഠിക്കുന്ന പരീക്ഷ കിട്ടുന്നില്ല, ക്ലാസ്സിൽ എപ്പോഴും ആക്ഷേപപാത്രമാകുന്നു, ക്ലാസ്സിലെപ്പോഴും മാർക്ക് കുറഞ്ഞു പോകുന്നു, ഇനി ആ സ്കൂളിൽ പഠിക്കണില്ല, അവിടെ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാസങ്ങളായിട്ട് ഡിപ്രഷൻ അടിച്ച് പഠനം മുടക്കിയിരിക്കുന്ന മക്കളെ കർത്താവ് നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തമ്മിൽ പറഞ്ഞ വഴക്ക് ഒരിക്കലും ശ്രമിക്കാൻ പറ്റുന്നില്ല. ഇനി വഴക്കൊന്നും വേണ്ട, ഒരുമിച്ച് പോകാം, സഹിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞാലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും വിഷയങ്ങളുണ്ടാകുന്ന പൊട്ടിത്തെറിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവ് നീ കയറി ചെല്ലുന്ന പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മാസങ്ങളായി വർഷങ്ങളായി കർത്താവ് പലതരത്തിലുള്ള സന്ധിപ്പ് കിട്ടാത്ത പ്രായമായവരെ കാണിക്കുന്നുണ്ട്. അവർ കർത്താവ് വിവിധ പല സ്ഥലങ്ങളിൽ
മാനസിക രോഗ ആശുപത്രികളിലും അതുപോലെ മനോരോഗ ആശുപത്രിയിലും കിടപ്പ് രോഗികളായിട്ടുള്ളവർ കർത്താവ് പല രോഗങ്ങളെക്കുറിച്ച് കർത്താവ് രാത്രി എങ്ങനെ കഴിച്ചുകൂട്ടും, ഇന്ന് ആ രാത്രി രോഗം വരല്ലേ എന്നൊക്കെ ഓർത്തുകൊണ്ട് വേവലാതി കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ നീ സന്ധിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളം ദൈവശക്തിയാൽ ഈ നിമിഷം ദൈവത്തിൻ്റെ കാറ്റ് നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. Lord, infuse your spirit of power and grace.